അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയ സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയ കളക്ടറുടെ നടപടി ശരിയാണ്. ദൈവത്തിന്റെ പേര് വെച്ച് വോട്ട് തേടുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ടിക്കാറാം മീണ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വരണാധികാരി കൂടിയായ കളക്ടർ നൽകിയ നോട്ടീസ് ശരിവെച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ രംഗത്തു വന്നത്. കളക്ടറുടെ നടപടി ശരിവെച്ച അദ്ദേഹം സുരേഷ് ഗോപി പ്രാഥമിക പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതായി വ്യക്തമാക്കി. Collector has reached to a right decision and after considering the speech and the content of the speech, she has applied her mind and issued the notice correctly. നോട്ടീസിന് ലഭിക്കുന്ന മറുപടിക്ക് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. വരണാധികാരിയുടെ നോട്ടീസിനെ ചോദ്യം ചെയ്ത BJP നേതാക്കളുടെ നടപടിയെയും ടിക്കാറാം മീണ ശക്തമായി വിമർശിച്ചു. എന്തോ ഒരു ഗതികേടാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്. ഇഷ്ടദേവന്റെ നാമം എന്ത് ജനാധിപത്യമാണത്? സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം സാമൂഹ്യ സൗഹൃദം തകർക്കുന്ന നടപടിയായാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. There is an intention between this to disturb the social harmony and I am surprised and shocked that why certain political parties are very particular to use the religion and God only for getting the political votes. This is not good for democracy. ദൈവത്തെ വോട്ടിനായി വലിച്ചിഴക്കരുതെന്നും മതവും വിശ്വാസവും വ്യക്തിപരമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിഷ്പക്ഷമാണെന്നും ചട്ടലംഘനമുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ടിക്കാറാം മീണ ആവർത്തിച്ചു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴയിലെ കുരുക്കഴിക്കാനാവാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാകുന്നു. എന്നാൽ അന്വേഷണത്തോട് സഹകരിക്കാതെ ഒഴിഞ്ഞുമാറി MK രാഘവൻ. കോഴിക്കോട് ACP MK രാഘവന്റെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും രാഘവൻ ഇതിനോട് സഹകരിക്കുന്നില്ലെന്നാണ് സൂചന. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഈ അന്വേഷണവുമായി MK രാഘവൻ സഹകരിക്കുന്നില്ല എന്ന സൂചനകളാണോ ലഭ്യമാകുന്നത്? അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും അന്വേഷണത്തിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോവുക? മനു, ഈ കേസുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ MK രാഘവന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നലെ മുതൽ തന്നെ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വാക്കാൽ നിർദ്ദേശം നൽകി. അതനുസരിക്കാത്തതിനാൽ ഇന്നലെ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് സംബന്ധിച്ച നോട്ടീസ് നൽകി. പക്ഷേ ഇതുവരെയായും അദ്ദേഹം ഈ മൊഴി നൽകുന്നതിന് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് അദ്ദേഹം എത്താമെന്ന് പറഞ്ഞു, രാത്രിയിൽ എത്താമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിക്ക് സമയം നൽകി. അതിനുശേഷം ഇപ്പോൾ 11 മണിക്ക് സമയം നൽകി. ഈ സമയത്തൊന്നും തന്നെ അദ്ദേഹം എത്താത്ത ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരക്കാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ MK രാഘവൻ മാറി നിൽക്കുന്നത്. എന്നാൽ 2 ദിവസമായിട്ടും അദ്ദേഹം ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ സംശയം ഉളവാക്കുന്നത്. ഏതായാലും അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. മനു, ശരി. PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. MK രാഘവനെതിരായ കോഴ ആരോപണം മുഖവിലക്കെടുക്കില്ലെന്ന് മുല്ലപ്പള്ളി. സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ മാധ്യമത്തിന്റേത് അപക്വമായ നടപടി. കേസ് CBI അന്വേഷിക്കട്ടെ എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ജോഷില നൽകും വിശദാംശങ്ങൾ. ജോഷില, പൂർണ്ണമായും MK രാഘവനെ ന്യായീകരിക്കുന്ന നിലപാടാണോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരിച്ചത്? യാതൊരുവിധ നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും മനു, MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന TV9 വാർത്ത മുഖവിലക്കെടുക്കില്ലെന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ മാധ്യമത്തിന്റേത് അപക്വമായ നടപടിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേസ് CBI അന്വേഷിച്ചോട്ടെ, അതിന് തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം MK രാഘവനിൽ പൂർണ്ണ വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിനെ ഇതൊന്നും ബാധിക്കില്ലെന്നും പാർട്ടിക്ക് വിശ്വാസമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യം അന്വേഷിക്കില്ലെന്നുമാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ആരോപണത്തിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ അത്തരത്തിൽ ഒരു ആരോപണം പാർട്ടി മുഖവിലക്കെടുക്കുന്നില്ല. എന്തായാലും ഇതുമായി മുഖവിലക്കെടുക്കാത്ത ഒരു കാര്യത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിച്ചത്. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. ഇൻഡോറും ഗോവയും ഉൾപ്പെടെ 50 ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. പരിശോധന മുഖ്യമന്ത്രിയുടെ അനന്തരവൻ റതുൽ പുരി അടക്കമുള്ളവരുടെ വസതികളിലാണ്. പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ അനന്തരവൻ റതുൽ പുരിയുടെ വസതി, വ്യവസായ സ്ഥാപനങ്ങളായ മോസർ ബയർ, അമിറ ഗ്രൂപ്പ് ഓഫീസുകൾ,
കമൽനാഥിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ പ്രവീൺ കക്കറിന്റെ ഭോപ്പാലിലെ വസതി, ഇൻഡോറിലെ ഓഫീസ്, മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രകുമാർ മിഗ്ലാനിയുടെ ദില്ലി ഗ്രീൻ പാർക്കിലെ വസതി എന്നിവിടങ്ങളിൽ പുലർച്ചെ 3 മണിയോടെ റെയ്ഡ് ആരംഭിച്ചു. കമൽനാഥിന്റെ മറ്റൊരു സഹായി പ്രദീപ് ജോഷിയുടെ വസതിയിൽ നിന്നും 9 കോടി രൂപ പിടിച്ചെടുത്തു. ദില്ലിയിലാകെ 35 സ്ഥലങ്ങളിലും ഛത്തീസ്ഗഡ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലായി രാജ്യത്താകമാനം 50 സ്ഥലങ്ങളിലുമാണ് ഒരേ സമയം റെയ്ഡ്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹവാല പണമെത്തിയെന്ന സൂചനയെ തുടർന്നാണ് റെയ്ഡെന്ന് IT വിഭാഗം അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കമൽനാഥ് നിയമസഭാംഗമാകാൻ ചിത്വാര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏപ്രിൽ 9 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാകുന്നതിനിടയിലാണ് റെയ്ഡ്. കർണാടകയിൽ JDS കോൺഗ്രസ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിൽ കഴിഞ്ഞ മാസം റെയ്ഡ് നടന്നതിനു പിന്നാലെയാണ് കമൽനാഥിനെ ലക്ഷ്യമിട്ട് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയ കമൽനാഥിന്റെ ബന്ധു റത്തുൽ പുരി നേരത്തെ അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലും ആരോപണ വിധേയനാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി. അയ്യന്റെ അർത്ഥം അവർ പരിശോധിക്കട്ടെ എന്നും ഇതിന് ജനം മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം തൃശൂർ കളക്ടർ മുഖ്യമന്ത്രിയുടെ ദാസിപ്പണി ചെയ്യുകയാണെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഒന്നും പറയാനില്ല, അതൊക്കെ പാർട്ടി നോക്കിക്കോളും. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അതവിടെ ബോധ്യപ്പെടുത്തും. ആ നോട്ടീസിന് മറുപടി കൊടുക്കുക. എന്താണ് എൻ്റെ അയ്യൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിച്ചോളൂ. പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല. അത് നോട്ടീസിനുള്ള മറുപടിയാണ് ഒഫീഷ്യലായിട്ട്. നോട്ടീസിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതും പാർട്ടി പരിശോധിക്കും. എന്ത് ജനാധിപത്യമാണിത്? ജനങ്ങൾ ഇതിനും കൈകാര്യം ചെയ്യും. RSPക്ക് ഇരട്ട മുഖമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ RSP ഇടതുപക്ഷത്തിനൊപ്പമാണ്, കേരളത്തിൽ ഇടതിന് എതിരാണ്. ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSPയാണ്. RSPയുടെ ഇരട്ട മുഖമാണ് പുറത്തുവന്നത്. UDFനെതിരെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. RSP, everybody knows, has got one stand in Kerala, where it is with the UDF. They betrayed the LDF and went to the UDF. And in Bengal, they are with the left front. So there they are with the left, here they are against the left. Now this is the dichotomy that they have to explain. And since they are part of the UDF, my attack was concentrated on the UDF. But as far as the RSP is concerned, they double role, one in Bengal and one in Kerala. That is very, very clearly exposed. തിരികെ വാർത്തകളിലേക്ക്. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരണപ്പെട്ട 7 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു തൊടുപുഴയ്ക്കടുത്ത ഉടുമ്പന്നൂരിൽ സംസ്കാരം നടന്നത്. നീറിക്കഴിഞ്ഞ 10 നാളുകൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങിയ 7 വയസ്സുകാരന് നാടിന്റെ അന്ത്യാഞ്ജലി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇൻക്വസ്റ്റിനും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ശനിയാഴ്ച രാത്രി 8:40 അമ്മയുടെ വീടായ ഉടുമ്പന്നൂർ മഞ്ചിക്കലിൽ എത്തിച്ചത്. തുടർന്ന് അല്പസമയം പൊതുദർശനം. അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല നാട്ടുകാർക്ക്. യഥാർത്ഥത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരമാകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സംഭവം നിന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ നാടാകെ ആ കുട്ടിയുടെ ദുരിതത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ ഇളയ കുട്ടിയെ കൂടി ഉപദ്രവിച്ചതായിട്ട് വാർത്ത പുറത്തു വരുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ ഇതിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പ്രതി അരുണാനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാൾ മുട്ടം സബ് ജയിലിൽ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ സഹോദരൻ 3.5 വയസ്സുകാരനെ വിട്ടുകിട്ടണമെന്ന് പിതാവിന്റെ അച്ഛൻ. ആവശ്യം ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് മുത്തച്ഛൻ കത്തു നൽകി. അമ്മയുടെ കൂടെ വളരുന്നത് കുഞ്ഞിന്റെ ഭാവി നശിപ്പിക്കുമെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതി വിശദീകരണം തേടി. തിരുവനന്തപുരം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ വിശദീകരണം ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി CWC ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. കുട്ടി ഇപ്പോൾ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ തൊടുപുഴയിലാണ്. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ 7 വയസ്സുകാരൻ ഇന്നലെയാണ് മരണപ്പെട്ടത്. ഇടതു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തീരദേശ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ തീരദേശ സംഗമം സംഘടിപ്പിച്ചു. വായ്പിനിൽ നടന്ന സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയ്ക്കായി ഇടത് സർക്കാർ 2000 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് കോടിയേരി പറഞ്ഞു.
2021 മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നിർമ്മിച്ചു നൽകും. ഭവനരഹിതരില്ലാത്ത തീരദേശമാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഈ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും മുൻപ് പരസ്യപ്പെടുത്തിയത് ദുരൂഹമാണെന്നും കോടിയേരി പറഞ്ഞു. വസ്തുതകളുമായി യാതൊരു ബന്ധവും ഈ റിപ്പോർട്ടിനില്ല. ആ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അഭിപ്രായം ഹൈക്കോടതിയിലാണ് പറയുക. എന്നിട്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അന്തിമമായി പറയുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ തീരുമാനമാണെന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് ചർച്ചാ വിഷയമാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വൈപ്പിനിൽ സംഘടിപ്പിച്ച തീരദേശ സംഗമത്തിൽ എസ് ശർമ്മ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, MLAമാർ, മറ്റ് LDF നേതാക്കൾ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടതുമുന്നണിക്കെതിരെ വീണ്ടും UDFന്റെ വ്യാജ പ്രചാരണം. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഹനവ്യൂഹത്തിൽ നിന്ന് വടിവാൾ വീണുവെന്നായിരുന്നു പ്രചാരണ വാഹനവ്യൂഹത്തോടൊപ്പം അണിനിരുന്ന കർഷകനായ ഷാജി ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്ന കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെട്ടുകത്തിയാണ് വടിവാളായി ചിത്രീകരിച്ചത്. വ്യാജ പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്വമെന്ന് CPIM. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് വടിവാൾ റോഡിൽ വീണെന്ന് വ്യാജ പ്രചാരണം നടത്തിയത്. പത്ര, ദൃശ്യമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വ്യാജ പ്രചാരണം ഏറ്റെടുത്തു. എന്നാൽ വസ്തുത ഇതാണ്. ഇത് കോണിക്കഴിയിലെ കർഷകനായ ഷാജി ഹുസൈൻ. പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് മറിഞ്ഞു വീണ വാഹനമോടിച്ചിരുന്നയാൾ വടിവാളെന്ന് പ്രചരിപ്പിച്ചത് ഷാജിയുടെ കയ്യിലുള്ള കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെട്ടുകത്തിയെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൃഷിയിടത്തിൽ നിന്ന് ഷാജി വാഴക്കുല വെട്ടി പതിവായി നൽകുന്ന കടയിൽ നൽകി. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയുടെ സമയമായതിനാൽ വസ്ത്രം മാറാതെ വെട്ടുകത്തി സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് നേരെ സ്വീകരണ സ്ഥലത്തെത്തുകയായിരുന്നു. ചോലപ്പാടത്തെത്തുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് വേഗം സാധനം കയറ്റി അവിടെ ഇറക്കി. ഈ സാധനം ഞാൻ വീട്ടിൽ വെക്കാൻ നിന്നില്ല. സാധനം അവിടെ വെച്ചിട്ട് എൻ്റെ വണ്ടിൻ്റെ ഇടയിൽ ഇതിൽ നിന്ന് താത്തന്നെ വെച്ചു. ശരിയായിട്ട് ഞാനത് വണ്ടിയിൽ എല്ലാവരും കൊണ്ടുപോയി കാണുന്നുണ്ട്. എൻ്റെ മുമ്പിലുള്ള വണ്ടി അതൊന്ന് ചവിട്ടെ എന്തോന്ന് അപ്പം ഞാൻ ബ്രേക്ക് പിടിച്ചാ. സ്കൂട്ടിയാണ് മറ്റേത് ഡിയോൻ്റെ. അങ്ങനെ മറിഞ്ഞപ്പോൾ ഈ സാധനമാണ് മറിഞ്ഞു. വൈകുന്നേരം ഷാജി വാഴക്കുല കടയിൽ നൽകിയെന്ന് കടക്കാരൻ സെയ്തലവിയും പറഞ്ഞു. അവന് വാഴക്കുലയായിട്ട് വന്നു. നമുക്ക് സ്ഥിരം കൊണ്ടുവന്ന് തരാറുള്ളതാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഡെയിലി കൊണ്ടുവന്നു തരാം. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ കായില്ല പറഞ്ഞപ്പോൾ ഒരു പോലെ കൊണ്ടുവന്നു തന്നു. ഞാൻ കൊണ്ടുവന്നവന് അപ്പം തന്നെ വണ്ടിയിൽ പോവുകയും ചെയ്തു. അതുണ്ടായിരുന്നു. വാഴക്കുല വെട്ടി വരുമ്പോൾ അവൻ എപ്പോഴും അതുകൊണ്ടാണ് വരാറ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പ്രചാരണങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളും ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയാൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് UDFും BJPയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും അവർക്ക് പറയാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടിയാൽ അത് ചർച്ചയാക്കുക. അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. വ്യാജ പ്രചാരണത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം SPക്ക് പരാതി നൽകി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ അപര സ്ഥാനാർത്ഥിക്ക് പിന്നിൽ BJP നേതൃത്വം എന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്ത്. പ്രത്യക്ഷത്തിൽ BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അപര സ്ഥാനാർത്ഥിയായ കരുനാഗപ്പള്ളി സ്വദേശി വീണ V നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ അപരയായി വ്യാഴാഴ്ചയാണ് കരുനാഗപ്പള്ളി സ്വദേശി വീണ V എന്ന യുവതി നോമിനേഷൻ നൽകിയത്. പ്രത്യക്ഷത്തിൽ BJPയുമായോ മറ്റ് പാർട്ടികളുമായോ യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിലാണ് ഇവർ നോമിനേഷൻ സമർപ്പിക്കാനായി എത്തിയത്. ഈ സമയം ജയശങ്കർ എന്നയാൾ മാത്രമായിരുന്നു ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ തിരുവല്ല സ്വദേശിയായ ജയശങ്കർ RSS ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള BJP ദേശീയ സെക്രട്ടറി BL സന്തോഷിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജയശങ്കറാണ്. മീനാക്ഷി ലേഖി MP, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ BJP നേതാക്കളുടെയെല്ലാം അടുപ്പക്കാരൻ കൂടിയാണ് ജയശങ്കർ എന്ന് വ്യക്തമായ തെളിവുകളും ഇതോടൊപ്പം പുറത്തുവന്നു. ഇതിനിടയിൽ സൂക്ഷ്മ പരിശോധനാ സമയത്ത് അപര സ്ഥാനാർത്ഥിയുടെ പത്രികയുടെ മേൽ LDF പ്രതിനിധികൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും കലക്ടർ വീണ്ടും ശനിയാഴ്ച ഈ വാദം പുനഃപരിശോധിച്ച് പത്രിക അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിനെതിരെ രാഷ്ട്രീയമോ വികസനമോ പറഞ്ഞ് ജനങ്ങളെയോ ഈ തെരഞ്ഞെടുപ്പിനെയോ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് BJP നേതൃത്വത്തെ ഇത്തരം തരം താണ പ്രവൃത്തിയിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശകരമായി പുരോഗമിക്കുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് താനൂർ മണ്ഡലത്തിലും ഹൃദ്യമായ വരവേൽപ്പ്. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തിരൂരങ്ങാടിയിലും NDA സ്ഥാനാർത്ഥി VT രമ തിരൂരിലും പര്യടനം നടത്തി. പൊന്നാനിയിൽ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് ഇടത് വലത് മുന്നണികൾ. കൊടും ചൂടിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ശനിയാഴ്ച താനൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ ചക്രമൂലിൽ നിന്നാരംഭിച്ച PV അൻവറിന്റെ പര്യടനം രാത്രി കണ്ണന്തളിയിൽ അവസാനിച്ചു. പ്രചരണത്തിന്റെ ആവേശം നിങ്ങൾ നേരിൽ കാണുന്നുണ്ടല്ലോ. നല്ല ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ ചർച്ച വികസനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും, ഈ രണ്ട് കാര്യമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച. പൊന്നാനിയിലെ LDF പ്രചരണത്തിനായി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻപിള്ളയും മണ്ഡലത്തിലെത്തി. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെ മൂന്നാം ഘട്ട പര്യടനത്തിന് തിരൂരങ്ങാടി മണ്ഡലത്തിൽ തുടക്കമായി. വെന്നിയൂരിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. എടരിക്കോട് പഞ്ചായത്തിലെ പുതുപ്പറമ്പിലാണ് പര്യടനം അവസാനിച്ചത്. നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ നല്ല തിളക്കമാർന്ന വിജയം ഈ പ്രാവശ്യം ഇവിടെ UDF ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓരോ പ്രദേശത്തും ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഇതെല്ലാം തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി VT രമയും പ്രചരണ രംഗത്ത് സജീവമാണ്. ശനിയാഴ്ച തിരൂർ മണ്ഡലത്തിലെ തിരുനാവായിൽ നിന്നാരംഭിച്ച പര്യടനം അമ്പലക്കുളങ്ങരയിലാണ് സമാപിച്ചത്. UDF കുത്തക അവസാനിപ്പിക്കാൻ വികസനം പ്രധാന ചർച്ചയാക്കുകയാണ് പൊന്നാനിയിൽ LDF. എന്നാൽ മണ്ഡലം കൈവിടില്ലെന്ന് UDF പറയുന്നു. പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് NDA. പൊന്നാനിയിൽ നിന്നും AK ലതീഷ്. മലപ്പുറത്ത് വീണ്ടും കുരുന്നിന് നേരെ ആക്രമണം. 10 വയസ്സുകാരി നാടോടി പെൺകുട്ടിക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ആക്രിസാധനങ്ങൾ ശേഖരിക്കുന്ന നാടോടി കുടുംബത്തിലെ 10 വയസ്സുകാരിയാണ് മർദ്ദനത്തിന് ഇരയായത്. കല്ല് ചാക്കിൽ കെട്ടി തലക്കടിക്കുകയായിരുന്നു. നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പെൺകുട്ടി എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.